ഹായ് ഫ്രണ്ട്സ്, വിപു സി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 30 മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ആരുടേതാണ്? മെക്കാളെ പ്രഫുവിൻ്റെ. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ദാമോദർ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ഏതാണ്? ദ്രാസ് താഴ്വരയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. 1851. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാവാതം. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാവാതം ഏതാണ്? ചെറി ബ്ലോസം. ഗിർന പോഷകനദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? താപ്തി. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ധർമ്മശാല. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടി ഉള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 14444. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം. ഉപദ്വീപീയ പീഠഭൂമി. അക്ബരാസ് ലാത്തി ക്ലബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകൻ. ജ്ഞാൻ വിജ്ഞാൻ വിമുക്ത എന്നത് ഏതിൻ്റെ ആപദ്വാക്യമാണ്? ജ്ഞാൻ വിജ്ഞാൻ വിമുക്ത എന്നത് ഏതിൻ്റെ ആപദ്വാക്യമാണ്? UGC. ഭാരത് നിർമ്മാൺ ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? ബ്ലാക്ക് സോയിൽ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? മേധ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിളിക്കുന്നത് ബംഗാൾ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത.
ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത? രുക്മിണി ലക്ഷ്മിപതി. രുക്മിണി ലക്ഷ്മിപതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതമനുഷ്ഠിച്ച് സമരം നടത്തിയ വനിത? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതമനുഷ്ഠിച്ച് സമരം നടത്തിയ വനിത ആരാണ്? ഇറോം ശർമിള. ഇറോം ശർമിള. നാഗാലാൻഡ് അറിയപ്പെടുന്നത്? നാഗാലാൻഡ് അറിയപ്പെടുന്നത് ഉത്സവങ്ങളുടെ നാട്. ഉത്സവങ്ങളുടെ നാട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? നീഗ്രോയിഡ്. നീഗ്രോയിഡ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലിയുടെ ആസ്ഥാനം? ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലിയുടെ ആസ്ഥാനം സിൽവാസ. സിൽവാസ. ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം? ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏതാണ്? മൈസൂർ. മൈസൂർ. വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്തനോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചത്? വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്തനോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചതാരാണ്? വി.എ. സ്മിത്ത്. വി.എ. സ്മിത്ത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ഇന്ത്യൻ സെൻസസ് ദിനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സെൻസസ് ദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 9. ഫെബ്രുവരി 9. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചതാര്? ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ. 1857 കലാപസമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവ്? 1857 കലാപസമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവ് ആരാണ്? ഷമാൽ. ഷമാൽ. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.